ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. 2026 നടക്കാൻ പോകുന്ന മുഴുവൻ പരീക്ഷകൾക്കും ഡിഗ്രി ലെവൽ LGS ഏത് പരീക്ഷയ്ക്കും ഉപകരിക്കുന്ന തരത്തിലുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ ഈ PYQ സെഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വേറെ കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞ സമയം കളയണ്ട, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മുടെ ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖ അധിഷ്ഠിത ഇരുമ്പുരുക്ക് ശാല സ്ഥാപിതമായ പ്രദേശം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖ അധിഷ്ഠിത ഇരുമ്പുരുക്ക് ശാല സ്ഥാപിതമായ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം വിശാഖപട്ടണം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖ അധിഷ്ഠിത ഇരുമ്പുരുക്ക് ശാല എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം വിശാഖപട്ടണം ആണ്. വിശാഖപട്ടണം കടൽ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു ഇരുമ്പുരുക്ക് ശാലയാണ് വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ്. അപ്പം കടൽ തീരത്തിൻ്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇരുമ്പുരുക്ക് ശാല, ഇന്ത്യയിലെ ഒരേ ഒരു ഇരുമ്പുരുക്ക് ശാലയാണ് വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ്. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശിലാണ്. 1971 ഈ വിശാഖപട്ടണം ഇരുമ്പുരുക്ക് ശാലയ്ക്ക് തറക്കല്ലിട്ടത്. 1971 എന്ന് പറയുമ്പോൾ അന്ന് ആരായിരിക്കും പ്രധാനമന്ത്രി? ഇന്ത്യയുടെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്ന ഇന്ദിരാഗാന്ധിയാണ് അന്ന് ഇതിന് തറക്കല്ലിട്ടത്. ഓക്കെ. എന്നാൽ ഇന്ത്യയിൽ കടൽ തീരത്തിനടുത്തുള്ള ഒരേ ഒരു ഇരുമ്പുരുക്ക് ശാലയാണ് ഈ പറയുന്ന വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് എങ്കിൽ ഇന്ത്യയിലെ സ്ഥാപിതമാകുന്ന ആദ്യത്തെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല പോർട്ടോ നോവയാണ്. പോർട്ടോ നോവ എന്ന് പറഞ്ഞാൽ 1830 തമിഴ്നാട്ടിലാണ് പോർട്ടോ നോവ ഇരുമ്പുരുക്ക് ശാല സ്ഥാപിതമാകുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാല പോർട്ടോ നോവയിലാണ്. പോർട്ടോ നോവ 1830 തമിഴ്നാട്ടിലാണ് ഈ പോർട്ടോ നോവ ഇരുമ്പുരുക്ക് ശാല സ്ഥാപിതമായത്. ഓക്കെ. ഇന്ത്യയിൽ വൻകിട വലിയ രീതിയിൽ ഉരുക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് സ്ഥാപിതമായ ശാലയാണ് കുൾട്ടി ഇരുമ്പുരുക്ക് ശാല. എന്ന് വെച്ചാൽ ലാർജ് സ്കെയിലിൽ ഇന്ത്യയിൽ വൻകിട ഉരുക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് സ്ഥാപിതമായതാണ് കുൾട്ടി ഇരുമ്പുരുക്ക് ശാല. അപ്പോൾ കടൽ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന, കടൽ തീരത്തിൻ്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു ഇരുമ്പുരുക്ക് ശാലയാണ് വിശാഖപട്ടണം ഇരുമ്പുരുക്ക് ശാല. ഇത് ആന്ധ്രാപ്രദേശിലാണ്. ഓക്കെ അല്ലേ? ഇനി വിശാഖപട്ടണം ഇരുമ്പുരുക്ക് ശാലയ്ക്ക് തറക്കല്ലിട്ടത് 1971 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാല പോർട്ടോ നോവയാണ്. ഇത് തമിഴ്നാട്ടിലാണ്. 1830 ഇത് സ്ഥാപിതമായത്. ഇന്ത്യയിൽ വൻകിട ഉരുക്ക് നിർമ്മാണശാലയ്ക്ക് തുടക്കം കുറിച്ചത് കുൾട്ടി ഇരുമ്പുരുക്ക് ശാലയാണ്. കുൾട്ടി ഇരുമ്പുരുക്ക് ശാല എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് PSC. ഉത്തരം പശ്ചിമ ബംഗാളിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക രീതിയിലുള്ള ഇരുമ്പുരുക്ക് ശാലയാണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാല. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയുടെ പുതിയ പേരെന്താണെന്നറിയാം? ചുരുക്കപ്പേര് ടിസ്കോ എന്നാണ്. ടിസ്കോ എന്നാണ് എൻ്റെ ചുരുക്കപ്പേര്. പക്ഷേ ഇപ്പം അതിൻ്റെ പേര് മാറ്റി ടാറ്റ സ്റ്റീൽ എന്നാണ് ഇപ്പോഴറിയപ്പെടുന്നത്. ടാറ്റ സ്റ്റീൽ എന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക മോഡേൺ രീതിയിലുള്ള ഇരുമ്പുരുക്ക് ശാലയാണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. അതിൻ്റെ ചുരുക്കപ്പേരാണ് ടിസ്കോ. ടാറ്റ സ്റ്റീൽ എന്നാണ് ഇപ്പോഴത്തെ പേര്. ജാർഖണ്ഡിലാണ് ഇതുള്ളത്. പശ്ചിമ ബംഗാളിലാണ് കുൾട്ടി ഇരുമ്പുരുക്ക് ശാല, എന്നാൽ ജാർഖണ്ഡിലാണ് ടാറ്റ സ്റ്റീൽ ഉള്ളത്. ഇന്ത്യയിലെ പൊതുമേഖലാ ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ. അതായത് നമ്മുടെ രാജ്യത്ത് എത്രത്തോളം സ്റ്റീൽ ഇരുമ്പുരുക്ക് ശാലകളുണ്ടോ, അതായത് അവരെല്ലാം നിയന്ത്രിക്കാനുള്ള ഒരു സ്ഥാപനമാണ് ഏത്? സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ. മറന്നു പോകരുത്. നമ്മുടെ ഹൈവേ ആണെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് പോലെ ഇരുമ്പുരുക്ക് ശാലകൾക്ക് അവരെ നിയന്ത്രിക്കാൻ, അവരുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനുള്ളതാണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ പൊതുമേഖല ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനത്തിൻ്റെ പേരാണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ. നല്ല ഒരു നോട്ട് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ കിട്ടിയത്. അതായത് ഇരുമ്പുരുക്ക് ശാലകളെ കുറിച്ചുള്ള നല്ല ഒരു ചോദ്യവും കിട്ടി, അതിനോടൊപ്പം അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും കിട്ടി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.